re no dim dum da na da dim da na da dim dum da na da dim da na dim dum da na dim dum da na da dim da na o da ni da na dir da na na o da ni da na dir da na da di na da dim dum. ഹലോ നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിലാണ്. ഇവിടെ ഒരുപാട് റെസ്റ്റോറൻ്റ് ഉണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നത്. അപ്പോൾ ഉടുപ്പി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് വന്ന വഴി കണ്ട്. അപ്പോൾ അവിടേക്ക് നമുക്ക് പോയി ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഈ ഒരു റോഡിൻ്റെ രണ്ട് സൈഡിലും നമുക്ക് നിരവധി റെസ്റ്റോറൻറ്റ്സുകൾ കാണാം. പണ്ടൊരു നമ്മൾ വീഡിയോ ചെയ്ത അലങ്കാർ റെസ്റ്റോറൻ്റ് ഉണ്ട്. അതാണ് നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാൻ കഴിയുന്നത്. ഈ ഒരു ഏരിയയിലായിട്ട് നിരവധി ക്ഷേത്രങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള പൂക്കടകൾ നമുക്ക് നിരവധി ഇവിടെ കാണാൻ കഴിയും. ഇവിടെ ഈ കെട്ടിയിട്ടിരിക്കുന്ന പൂക്കൾ കണ്ടോ, നല്ല കളർ കോമ്പിനേഷനാണ്. വ്യത്യസ്തമാർന്ന കുറച്ച് കളർ കോമ്പിനേഷനെല്ലാം എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ വീഡിയോ ഒത്തിരി ഒന്ന് കൂടുതലെടുക്കുന്നത്. നല്ല രസമുണ്ട്. ആ താമരവട്ടൊക്കെ ആണെങ്കിലും നല്ല താമരയൊക്കെ മിക്സ് ചെയ്ത് കളർ കോമ്പിനേഷനൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ, നല്ലൊരു വൈബുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് വീഡിയോ അവിടെ നിന്ന് എടുത്തു പോയത്. അപ്പോൾ നമ്മൾ വീണ്ടും നടന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ ശ്രീ ഉടുപ്പി ഹോട്ടൽ കാണാൻ കഴിയും. ഇത് ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണ്. ഇവിടുത്തെ മെനുവിൽ നിരവധി വെജിറ്റേറിയൻ ഐറ്റംസ് ഉണ്ടെങ്കിലും രാവിലെ വലിയ പരീക്ഷണത്തിനൊന്നും നിൽക്കാതെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഇവിടെ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു പേപ്പർ റോസ്റ്റ് ഉണ്ട്. അങ്ങനെ അതും പിന്നെ തൈര് വടയും പൊങ്കലുമാണ്. കുരുമുളകെല്ലാം മിക്സ് ചെയ്ത് വന്നിരിക്കുന്ന പൊങ്കൽ തേങ്ങാ ചട്നിയും ടൊമാറ്റോ മുളക് ചട്നിയായിട്ടെല്ലാം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പൊങ്കൽ ഞാനൊന്ന് ട്രൈ ചെയ്യാണ്. പൊങ്കൽ ഞാൻ ജീവിതത്തിൽ ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ല. ഒരുപാട് സ്ഥലങ്ങളിൽ ചാൻസ് കിട്ടിയിട്ടും ട്രൈ ചെയ്യാത്ത ഒരു ഐറ്റമാണ്. ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നത് എങ്ങനെയുണ്ടെന്ന്. പൊങ്കലിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പൊങ്കൽ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അത്ര ഭയങ്കരമായിട്ട് എൻ്റെ ഫ്ലേവേഴ്സ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരു ചട്നി എല്ലാം കൂടെ കൂട്ടി കഴിക്കുമ്പോൾ ഒത്തിരി സ്പൈസി ആയിട്ട് ഫീൽ ചെയ്തു. ട്രൈ കഴിച്ചു നോക്കിയാൽ ട്രൈ ചെയ്ത് നോക്കിയേ. ഒത്തിരി സ്റ്റിക്കി ആണല്ലേ. പൊങ്കലെന്ന് പറയുന്നത് ഒത്തിരി സ്റ്റിക്കി ആയിട്ട് ഉണ്ടാക്കുന്ന സംഭവമാണ്. എൻ്റെ റെസിപ്പി ഒന്നും എനിക്കറിയത്തില്ല പറഞ്ഞു തരാനായിട്ട്. നല്ല സ്പൈസി ആയിട്ട് ഫീൽ ചെയ്തല്ലേ. ആ ചട്നിയുടെ നല്ല മുളക് ചട്നി ഉണ്ട്, അങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ സ്പൈസി ആയിട്ട് ഫീൽ ചെയ്തത്. വെറൈറ്റി ടേസ്റ്റാണ്. എന്തായാലും എനിക്കതിനെപ്പറ്റി കൂടുതൽ പറയാൻ അറിയാൻ വയ്യ. എന്ന് പറഞ്ഞാൽ വേറെ ടേസ്റ്റിനെ പറ്റി നമ്മൾ പൊങ്കലിനെ പറ്റി ഞാൻ വേറെ കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് വലിയ പിടിയില്ല. അപ്പോൾ നമ്മൾ അടുത്തത് നമ്മുടെ തൈര് വട ഒന്ന് ട്രൈ ചെയ്യണം. തൈര് കൂടെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. അല്ല തൈരിൽ നന്നായിട്ട് ഇങ്ങനെ ഡിപ്പ് ചെയ്തിരിക്കുന്ന ഈ സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ എന്തൊക്കെ സ്പൈസസും കൂടെ ഇട്ടിട്ടുണ്ട്. നല്ല രസമുണ്ട്. പിന്നെ നല്ലൊരു നല്ലൊരു കടുവൊക്കെ വറുത്തിട്ടിരിക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എനിക്കെന്തായാലും തൈരോടെ ഇഷ്ടമായി. അടുത്ത നമ്മുടെ വലിയ പേപ്പർ റോസ്റ്റ് അതങ്ങനെ നമ്മൾ ട്രൈ ചെയ്യാൻ പോവുകയാണ്. ഒരു സൈഡിൽ നിന്ന് വൈകി മറ്റൊരു സൈഡിൽ നിന്ന് ഞാനിങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കുക. അത് സാമ്പാറിലിങ്ങനെ മുക്കി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. സാമ്പാറും ദോശയും നന്നായിട്ടുണ്ട്. നല്ല ദോശ കേട്ടോ, നല്ല പേപ്പർ റോസ്റ്റ് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. സാമ്പാറും കൂട്ടി അടിപൊളിയായിരുന്നു. ഇനി അടുത്ത് നമ്മൾ വെള്ള ചട്നി, നമ്മുടെ തേങ്ങാ ചട്നി, അതുമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. നല്ല വെള്ള തേങ്ങാ ചട്നിയായിട്ട് അടിപൊളിയായിരുന്നു. ഇനി ചുമന്ന തേങ്ങാ ചട്നി. ചുമന്ന ചട്നിയിൽ ഞാനിങ്ങനെ മുക്കി എടുത്തിട്ടുണ്ട്.
ഈ ചുമന്ന ചട്നി ആക്ച്വലി ഒണിയൻ ചട്നി ആയിരുന്നു കേട്ടോ. ഞാനത് തേങ്ങ ചുമന്ന ചട്നി ആയിരിക്കുന്ന വിചാരിച്ച്. സംഭവം നമ്മളെ പറ്റിച്ച്. എന്തായാലും ടേസ്റ്റ് ഉണ്ട്, നല്ല രസകരമായിട്ടുള്ള സംഭവം. നല്ല സ്പൈസിയാണ്, നല്ല എരിവുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? ഇപ്പോഴത്തെ വട ഉണ്ടോ, നല്ല ക്രിസ്പി വടയാണ്. അതിങ്ങനെ മുറിച്ച് നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട്. വട നല്ല ക്രിസ്പിയാണ്. നമ്മൾ സാമ്പാറും കൂട്ടി കഴിച്ചപ്പോഴത്തേക്ക് നന്നായിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ഓരോ ഐറ്റം എനിക്ക് ഇഷ്ടപ്പെടുന്നു. ആ പൊങ്കൽ ഞാൻ അത്ര യൂസ്ഡ് അല്ലാത്തതുകൊണ്ട് എനിക്ക് അത്ര ഭയങ്കരമായിട്ട് തോന്നിയില്ലെന്നേ ഉള്ളൂ. ബാക്കി എല്ലാം സൂപ്പറാണ് കേട്ടോ. ഒരു കോഫി ഒരു ടീയും കൂടെ പറഞ്ഞിട്ടുണ്ട്, അതും കൂടെ വരും. അതും കൂടെ കഴിച്ചിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കോഫിയും ടീയും എത്തിയിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ട്രൈ ചെയ്യണം. ചായയും വലിയ കുഴപ്പമില്ല, നല്ല രസമുള്ള സ്ട്രോങ് ടീ ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ ഇന്നത്തെ അവസാനിപ്പിക്കാൻ സമയമായി. നമ്മുടെ ശ്രീ ഉടുപ്പി ഹോട്ടലിൽ നിന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. വലിയ നെയ് റോസ്റ്റ് എന്നല്ല, അതിന് പേപ്പർ റോസ്റ്റ് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ പേപ്പർ റോസ്റ്റ്, വലിയ പേപ്പർ റോസ്റ്റ് കൊള്ളായിരുന്നല്ലേ. അതിൻ്റെ കൂടെ സെർവ് ചെയ്ത സാമ്പാറാണെങ്കിലും പലതരത്തിലുള്ള ചട്നീസ് ആണെങ്കിലും ഒക്കെ തന്നെ കൊള്ളായിരുന്നു. വടയാണെങ്കിലും കോഫി ആണെങ്കിലും ടീ ആണെങ്കിലും ഒക്കെ തന്നെ ഇതായിരുന്നു. പിന്നെ നമ്മുടെ പൊങ്കലാണെങ്കിലും എനിക്കൊരു സർപ്രൈസ് പാക്കേജാണ്. ആദ്യമായിട്ടാണ് നമ്മൾ പൊങ്കൽ ട്രൈ ചെയ്യുന്നത്. എനിക്ക് അത്ര ഒരു ഇങ്ങനെയുള്ള സ്റ്റിക്കി ആയിട്ടുള്ള സംഭവം അത്ര ഇഷ്ടമുള്ളത് എനിക്ക് അത്ര ഇതായിട്ട് തോന്നില്ല. പക്ഷേ നമ്മുടെ ഇത് പുള്ളിക്കാരിക്ക് അത് ഇഷ്ടമായെന്ന് പറയുന്നുണ്ട്. പിന്നെ വൈകിക്കും ഇഷ്ടമായി. അപ്പം മൊത്തത്തിൽ നല്ല ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോ ആയിട്ടൊക്കെ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വീഡിയോ കാണാം. ദിസ് വൈഗ ഷാബിൻ ആൻഡ് ഷാബിൻ ചിന്നക്കാടൻ സൈനിങ് ഓഫ്.